ഹലോ, ഗുഡ് മോർണിംഗ്. ആർക്കെങ്കിലും കാണാമോ കേൾക്കാമോ? ഒന്ന് റിപ്ലൈ ഇടണേ. ആരെയും കാണുന്നില്ലല്ലോ. ആരും ഇല്ലേ? എവിടെ എല്ലാവരും? ജയശ്രീ, പവിത്ര ഒക്കെ ആരെവിടെ? ആരും ഇല്ലേ? കൂട്ടക്ഷരങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണോ? ആരെങ്കിലും എനിക്ക് റിപ്ലൈ തരൂ. ജയശ്രീ ജോൺ ഈസ് വാച്ചിങ്. ഓക്കെ, താങ്ക് യു. ഹായ് ജയശ്രീ. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഇത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ സ്ഥിരം ലൈവിലെ പുലികളൊക്കെ എവിടെ? ഉത്തരം പറയുന്ന പുലികൾ ആരെയും കാണുന്നില്ല. എല്ലാവരും വരുമ്പോൾ ഒന്ന് ഒരു ഹായ് ഇടണേ. ഇന്ന് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ജൂലി റോയ് ഈസ് വാച്ചിങ്. ഓക്കെ, ഇനി നമ്മുടെ സ്ഥിരം കുറേ പേരുണ്ട് വരാനില്ലേ? ഇല്ലേ ജയശ്രീ? ബിന്ദു വരാനുണ്ട്, സഹല ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഫർസാന, പവിത്ര. ഓക്കെ, പവിത്ര വന്നു. അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും എവിടെ? എല്ലാവരും ഉറക്കമാണോ? ഓടിവാ. എൻ്റെ അമ്മേ, ഞാൻ ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് ഇല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അഭിരാമി നീലോത്ത് ഈസ് വാച്ചിങ്. ഓക്കെ, ഇന്ന് എല്ലാവരും എത്തേണ്ടതാണ്. സിൽവിയൊക്കെ വരേണ്ടതാണ്. ആതിര, സുഭാഷ്, പിന്നെ വേറെ വൈശാഖ് എവിടെ? എൻ്റെ ടീമായിരുന്നു ഇന്നലെ, കാണുന്നില്ല. എല്ലാവർക്കും ഒരു മിസ് കോൾ ഇട്ട് വരുത്തണമെന്ന് തോന്നുന്നു അല്ലേ? ലൈവിൽ അങ്ങനെ വല്ല ഓപ്ഷനും ഉണ്ടെന്ന് എല്ലാവരും തട്ടി ഉണർത്തായിരുന്നു. രഞ്ജില. ഓക്കെ, അങ്ങനെ കുറച്ച് പേര് വന്നു തുടങ്ങി. സഹല വന്നല്ലോ. ഞാനിപ്പോൾ സഹലയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഹായ്. ഇന്ന് എന്തായിരിക്കും ആർക്കെങ്കിലും, ഇവിടെയുള്ള ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാമോ? എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുസൃതി ചോദ്യങ്ങൾ വന്നു, കടങ്കഥകൾ വന്നു അല്ലേ, പാട്ടുകൾ സംബന്ധമായിട്ടുള്ള ഒക്കെ എല്ലാവരും വരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്ര പുതുമയൊന്നും ഉള്ളതല്ല, ഇന്നും ഊഹിച്ച് പറയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയോ? ആർക്കെങ്കിലും പറയാം? സിൽവി ഹായ്. ഇന്നലെ എന്നെ വിജയിപ്പിച്ചു വിട്ട ആളാണ്. താങ്ക് യു. അതെ, ബേഡ്സ് ആണ് പവിത്ര. എല്ലാം ബഹളം വെക്കുന്നത് കേട്ടില്ലേ? നന്നായിട്ട് കേൾക്കാം. ഞാൻ ഒന്നിനെ ഇവിടുന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു തത്തമുണ്ട് ഇവിടെ. ഞാൻ വന്നിരുന്ന അപ്പം ബഹളം വെക്കും, അപ്പം മാറ്റി വെച്ചു. ഇതാ കേട്ടില്ലേ? എൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ആ ബഹളം വെക്കുന്നത്. മിയ, മിസ്സ, റുബീന എല്ലാവരും ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഒരു ക്ലൂ തരാമോ? ഇന്ന് എന്തായിരിക്കും വിഷയം എന്നുള്ളത്? ജിഷ, നമ്മുടെ പതിവ് ആള് വന്നിട്ടുണ്ട്. ജിഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ ചടപട വരും തന്നെയാണ്. സിൽവിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇല്ലേ ജയശ്രീ, ശ്രീകല എല്ലാവരും വന്നു. അപ്പോൾ നമുക്ക് പതിയെ തുടങ്ങാം. ഇന്ന് സാഹിത്യപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്, പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, കവിത, കഥ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ക്വിസ് ആണ്, ശരിയാണ്. പക്ഷെ എന്നാലും ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല, സാഹിത്യം സംബന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ തത്തമ്മ അപ്പുറത്ത് വെച്ചിരിക്കുക. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര ബഹളം വെക്കും. അപ്പോൾ വിമിത വന്നു. ഹായ്. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? സാബിറ ഓടണ്ട കേട്ടോ, ശ്രീകല ഓടണ്ട. ഞാൻ ചോദ്യം ചോദിക്കാം. എളുപ്പം, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും. കഥാപാത്രങ്ങൾക്ക്, ആദ്യത്തെ ചോദ്യമാണ്, കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ. ഇത് ആർക്കും അറിയാമെന്നുള്ളതൊന്നുമല്ല. മഞ്ജു ഹായ്. അറിയാമെന്നുള്ളതല്ല, ആദ്യം ആരുത്തരം പറയുന്നതാണല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഒരുപാട് പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ആരാണ് ആദ്യം പറയുന്നതെന്നുള്ളതാണ്
ഇവിടെ സംഗതി. എന്നാ ഞാൻ പോണു. സായുധത്തിൽ വട്ടപൂജ. എന്നാലും അങ്ങനെ പോകരുത്. പോകല്ലേ. ഇത് നമ്മളിവിടെ ഗൂഗിളൊക്കെ അലൗ ചെയ്തിരിക്കുന്ന സംഭവമാണ്. എന്നിട്ടാണോ പോകുന്നത്? കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ. ആ സമ്മാനമൊക്കെ ഉണ്ട്. ഒടുവിൽ നമ്മുടെ എഡിറ്റർ ജി പറയുന്നതായിരിക്കും സമ്മാനം. പരിണാമം അല്ല. കുറച്ച് പേരോട് ഒക്കെ ഉത്തരം ഒന്ന് പറയൂ, എന്നിട്ട് നമുക്ക് നോക്കാം. ജലീൽ. ആർക്കും ഉത്തരമില്ലേ? പറയൂ, വേഗം പറയൂ. 13 പേര്. എല്ലാവരും പോയോ? എവിടെ? സാഹിത്യമാണെന്ന് കേട്ടതോടുകൂടി പോയെന്ന് തോന്നുന്നു. നിഷിബ എം നിഷി എവിടെ? എനിക്ക് തോന്നുന്നു സിൽവിക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. സിൽവി, മനുഷ്യനൊരു ആമുഖം. പോരട്ടെ, ഇനി ഉത്തരങ്ങൾ പോരട്ടെ. മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പറഞ്ഞോളൂ, പറയൂ. നിഷിബ എം നിഷി, മരണ സർട്ടിഫിക്കറ്റ്. ഓക്കെ, പോരട്ടെ. അതെ, അത് കറക്റ്റ് ആട്ടോ. സമ്മാനം അടുത്ത ക്വിസ് നടത്താനുള്ള അവസരം. ആഹാ, വെരി ഗുഡ്. പോരട്ടെ. അപ്പൊ അങ്ങനെ ആൾക്കാർ മാറി വരട്ടെ. ഇട്ടിക്കോരയിൽ പലർക്കും പേരില്ല, എന്നാലും ഉണ്ട്. തീരെ പേരില്ലാത്തതല്ല ഇത്. പേരേ ഇല്ല ഇതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഖ്യായകന് പോലും പേരില്ല എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോരുത്തർ എന്താണോ അവരവർ വഹിക്കുന്ന ഒരു സ്ഥാനമാണ് പറയുന്നത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉത്തരം പറയുന്നില്ല. 2-3 പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാൻ തോന്നുന്നു അല്ലേ? ആൾക്കൂട്ടം വന്നു. പിന്നെ വന്ന ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്, മനുഷ്യനൊരു ആമുഖം, പരിണാമം ഇവയൊക്കെയാണ്. ജലജ നാരായണൻ മരണ സർട്ടിഫിക്കറ്റ് പറഞ്ഞു. 14 സെന്റിന്റെ കാർഡ് മഞ്ജു പറയുന്നു. 14 സെന്റിന്റെ എന്താ വേടിക്കാടോ എന്താ അത്? അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ക്ലൂ പറയാം. ക്ലൂ വേണോ? ഓൾറെഡി ഉത്തരം വന്നിട്ടുണ്ട്. ഇനി ക്ലൂ വേണോ? ഇത് എഴുതിയ ആളിന്റെ ഒരു ക്ലൂ തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സച്ചിദാനന്ദൻ എന്നാണ്. അദ്ദേഹം തൂലികാ നാമത്തിലാണ് മലയാള നോവലുകൾ എഴുതാറുള്ളത്. വേറൊരു തൂലികാനാമമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നോവലാണിത്. അപ്പോൾ ഓൾറെഡി ഉത്തരം വന്നു. അപ്പോ എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കട്ടെ ആരാ ആദ്യം പറഞ്ഞത്. 2 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ആളെ തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് ഇത്രയും സമയം കൊടുത്തത് കാരണം. നിഷിബ എം നിഷി, മരണ സർട്ടിഫിക്കറ്റ് ആണ് ഉത്തരം. ആനന്ദാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരാണ് സച്ചിദാനന്ദൻ. അദ്ദേഹം ആനന്ദ് എന്ന തൂലികാ നാമത്തിലാണ് എഴുതുന്നത്. മനുഷ്യനൊരു ആമുഖമല്ല, അത് സുഭാഷ് ചന്ദ്രന്റേതാണ്. അപ്പോൾ ഇത് ഇദ്ദേഹമാണ്, ആനന്ദാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നിഷിബയ്ക്ക് 1 പോയിന്റ്. ഓക്കെ, നിഷിബ. പിന്നെ ഓക്കെ, ഐശ്വര്യ മരണോ, ജയശ്രീ ഇപ്പൊ മരണ സർട്ടിഫിക്കറ്റ് പറഞ്ഞു. സാബിറ ലത്തീഫി പറഞ്ഞു മനുഷ്യനൊരു ആമുഖം അല്ല കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഉത്തരം പറഞ്ഞു. ശ്രീദേവി തിലക് വാച്ചിങ്. ഓക്കെ, അടുത്ത ചോദ്യം ഒത്തിരി ഈസി ആട്ടോ, എല്ലാവർക്കും എളുപ്പം പറയാം. എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം എന്നെഴുതിയ കവി ആരാണ്? രണ്ടാമത്തെ ചോദ്യമാണ്, എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം എന്നെഴുതിയ കവി. വേഗം പറയാവുന്ന ഉത്തരമാണ് ഇത്. ഈസി ക്വസ്റ്റ്യൻ. അദ്ദേഹം വളരെ ചെറിയ കവിതകളാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ്. സിൽവിയോ? വട്ടപൂജയൊന്നും അല്ല കേട്ടോ. സിൽവി എപ്പോഴും സാഹിത്യ പുസ്തകങ്ങളുമായിട്ടൊക്കെ ഭയങ്കര സഹവർത്തിത്വമുള്ള ഒരാളായതുകൊണ്ട് അറിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കവിത ഇത് എളുപ്പമല്ലേ? ഇത് കുഞ്ഞുണ്ണി മാഷ്. പോരട്ടെ, ഉത്തരങ്ങൾ പോരട്ടെ. എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം. കുറച്ച് വരികളും കൂടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. തൊയ്ബ് വന്നു, അയ്യപ്പൻ, കുഞ്ഞുണ്ണി മാഷ്. ഓക്കെ, ഉത്തരങ്ങൾ പോരട്ടെ. കുഞ്ഞുണ്ണി മാഷ്,
ഇത് കുഞ്ഞുണ്ണി മാഷ്, സിൽവി പറയുന്നു കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നു, സിന്ധു ഭാരതി പറയുന്നു എ അയ്യപ്പൻ എന്ന് പറയുന്നു, ജലജ നാരായണൻ കുഞ്ഞുണ്ണി മാഷ്, ലക്ഷ്മി സുനിൽ ഹായ് ഹായ് തൈബ ഹായ് കോയ് കോയ് കുഞ്ഞുണ്ണി മാഷ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉത്തരങ്ങൾ വന്നു. ജയശ്രീ, അതെന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിച്ചത്? ആണോ എന്ന് ചോദിച്ചാൽ ചോദ്യമാണെങ്കിൽ ഞാൻ ഉത്തരം അതിന് പോയിന്റ് തരണോ? എന്താ ഇത്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോയിന്റ് തരില്ല, ഡൗട്ടാ. ഉറപ്പായിട്ട് ഉത്തരം പറഞ്ഞവർക്കാണ് പോയിന്റ് ഉള്ളത്. ലോകത്തുള്ള പുസ്തകമായി അങ്ങനെ പറയരുത്. ബിന്ദു എനിക്കറിയാം, ബിന്ദു എന്നെ ഇവിടെ ബിന്ദു പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമാണ്, ഓർമ്മശക്തിയാണ് വലിയ പ്രശ്നം. ഓർമ്മ കിട്ടൂല ഒരു സാധനം. രേഷ്മ ലെച്ചൂസ് തൊയ്ബ് കടങ്ങോട് ഓടല്ല അയ്യോ ഓടല്ല. ഇതാണ്ട് ഇതൊക്കെ ഇപ്പൊ എന്തെളുപ്പ. അപ്പോ ഉത്തരം വന്നിട്ടുണ്ട്. ജയശ്രീയാണ് ആദ്യം പറഞ്ഞത്, പക്ഷെ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇല്ല കേട്ടോ. സിന്ധു ഭാരതിയാണ് ശരിക്കുള്ള ഉത്തരം പറഞ്ഞത്. എ അയ്യപ്പൻ, കവി എ അയ്യപ്പൻ. ഓക്കെ, സിന്ധു ഭാരതി. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് സിന്ധുവിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പുസ്തകം കാണുമ്പോൾ ഉറങ്ങി വീഴുന്ന ഞാൻ ഇല്ല അങ്ങനെയൊന്നും. പുസ്തകം ഭയങ്കര രസമല്ല. വായന എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക, പ്രത്യേക ഒരു ഫീൽ തരുന്ന ഒരു സംഭവമാണ് വായന. നമ്മളുടേതായിട്ടുള്ള ലോകത്തേക്ക് പോകാൻ പറ്റും, നമുക്ക് ഇമാജിനേഷനിലൂടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനെ എടുത്ത സംഭവമല്ലേ പുസ്തകം എന്ന് പറയുന്നത്. ജയശ്രീക്ക് കൊടുക്കണ്ട, ജയശ്രീയോട് ഇത്ര ഭയങ്കര ശത്രുത. ജയശ്രീ പിടിച്ചോ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇതും എളുപ്പമുള്ളതായിരിക്കണം, ഒരുപാട് നമ്മൾ പഠിച്ചിട്ടും ഉള്ളതാണ്. അങ്ങനൊരു ചോദ്യമാണ്. മണിപ്രവാളത്തിലെ മണി എന്തിനെ കുറിക്കുന്നു? മണിപ്രവാളം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? മണിപ്രവാളത്തിലെ മണി എന്തിനെ കുറിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് എനിക്കൊന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. എനിക്കിട്ട് പാര വെക്കാതെ ഉത്തരം പറയാൻ നോക്കാം. ബിന്ദുവിനേട്ടാ, അതാണ് മണിപ്രവാളത്തിലെ മണി എന്തിനെ കുറിക്കുന്നു എന്നാണ്. മണി എന്ന് പറയുന്നത് നമുക്ക് മാണിക്യം, പവിഴം എന്നൊക്കെ പറയുന്നതാണ് മണി. പക്ഷെ അത് അതിനെ യോജിപ്പിച്ച് പറയുന്ന വേറൊരു സംഭവമാണിത്. മണിപ്രവാളത്തിലെ മണി എന്തിനെ കുറിക്കുന്നു? മണിപ്രവാളം എന്താണെന്ന് അറിയാലോ അല്ലെ എല്ലാവർക്കും? അല്ലല്ല, അങ്ങനെയല്ല. സെമന്തകം ആ സാധനം എന്താണെന്നല്ല, മണി അതെന്താണെന്നല്ല. മഞ്ജു ശ്രീകുമാർ ഭാഷ, സിൽവി തമിഴ്, അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല വരുന്നത്. അത് എന്തിനെ കുറിക്കുന്നു എന്നുള്ളത്, അത് എന്താണെന്നല്ല. മണി എന്ന് പറയുമ്പം പ്രധാനമായിട്ടും മാണിക്യം, പവിഴം ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന സംഭവമാണ്. പക്ഷെ അതല്ല, അത് എന്തിനെ കുറിക്കുന്നു, മാണിക്യമായിട്ട് എന്തിനെ കുറിക്കുന്നു, അല്ലെ, അങ്ങനെയുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പൊ മണിപ്രവാളം എന്താണെന്ന്, സെക്കൻഡ് ലാംഗ്വേജ്, വാക്കുകൾ, ഭാഷ. എല്ലാവരും ഭാഷ എന്ന് പറയുന്നുണ്ട്. ദ്രാവിഡ ഭാഷ, സിൽവി തമിഴ് പറഞ്ഞു, മഹേഷ് തമിഴ് പറഞ്ഞു, ദ്രാവിഡ ഭാഷ. ഇത് രണ്ട് ഭാഷ പറഞ്ഞാൽ എങ്ങനെയാ ത്വയ്ബ്? തമിഴും മലയാളവും ഒന്നല്ലല്ലോ, രണ്ടും രണ്ടല്ലേ? അപ്പൊ രണ്ടായിട്ട് പറയണം. ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ ശരിയായിരിക്കും. മഞ്ജു. ഓക്കെ, പവിത്ര മലയാളം പറഞ്ഞു, ബിനോ ചെന്തമിഴ് പറഞ്ഞു. ഞാൻ ഇതിനിടയ്ക്കൂടെ ഒക്കെ കുഞ്ഞു ക്ലൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മണിപ്രവാളം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രാചീന മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാവ്യശാഖയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതില് മണി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ നിങ്ങൾ ഭാഷ എന്ന് പറയുമ്പോൾ ഏത് ഭാഷയാണെന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോ അങ്ങനെ വരുമ്പോ ഇതില് ആദ്യം പറഞ്ഞത് പവിത്രയാണ്, ത്വയ്ബ് പറഞ്ഞ തമിഴ് മലയാളം എന്നാണ്. അങ്ങനെയല്ല, മലയാളമാണ് ശരിക്കുള്ള ഉത്തരം. അത് പവിത്രയാണ് പറഞ്ഞിരിക്കുന്നത്, മലയാളം. അപ്പൊ പവിത്രയ്ക്ക് ഒരു പോയിന്റ്. ഓക്കെ, അപ്പം മണിപ്രവാളത്തിലെ മണി എന്തിനെയാണ് കുറിക്കുന്നത്? പവിത്ര. അത് പവിത്രയല്ല കേട്ടോ, മലയാളം എഴുതി വന്നപ്പോ തെറ്റിപ്പോയത്. അപ്പോൾ അതിനി ആരും മറന്നു പോകരുത് കേട്ടോ. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അതാരും മറന്നു പോകരുത്. സംസ്കൃതം അല്ല ബിന്ദു.
അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ഇതും ഒത്തിരി എളുപ്പമാണ്. ഈ പെട്ടെന്ന് ആൾക്കാർക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്. പവിത്രയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. പവിത്ര സന്തോഷം കണ്ട സ്റ്റാറൊക്കെ വരും. ക്ഷുഭിത യൗവനത്തിന്റെ കവി എന്ന് വെച്ചാൽ നമ്മളെ സരസകവി, ജനകീയ കവി എന്നൊക്കെ പറയുന്ന പോലെ ക്ഷുഭിത യൗവനത്തിന്റെ കവി എന്ന് ഒരാളെ നമ്മൾ വിളിക്കും. അത് ആരാണെന്ന് പറയാമോ? പെട്ടെന്ന് ഉത്തരം പറയാവുന്നതാണ്. ആരാദ്യം പറയുന്നു എന്നുള്ളതേ കാണുള്ളൂ ഇവിടെ ഡൗട്ട്, വേറൊന്നുമില്ല. വേഗം പോരട്ടെ ഉത്തരം, വേഗം പോരട്ടെ. മുഴുവൻ പേരെഴുതണം. ബ്രീസ ചുള്ളിക്കാട് പറഞ്ഞു, പവിത്ര ചുള്ളിക്കാട് പറഞ്ഞു. ഓക്കെ, ജയശ്രീക്ക് കൊടുക്കാതെ പവിത്രയ്ക്ക് കൊടുത്തു. ശരി. അല്ലല്ല, ജയശ്രീ ചോദ്യം ചോദിച്ച എന്നോട് ചോദിച്ച ആണോ എന്ന്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സിൽവി മൈക്കൽ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ആദ്യം ആര് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇനി ആരുടെയെങ്കിലും പേര് വരാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പേരില്? സുരന്തേച്ചി വന്നല്ലോ. മൊത്തം കുത്തിത്തിരുപ്പ. പിന്നല്ലേ ബിന്ദു അല്ലേ പുള്ളി? ഓക്കെ, ഇത്രയും പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതില് ആദ്യം ഉത്തരം പറഞ്ഞത് ബ്രീസ ആണ്, ചുള്ളിക്കാട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ബ്രീസയ്ക്കും മുഴുവൻ പേര് പറഞ്ഞ ബിനോ മാത്യു, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, രണ്ടുപേർക്കും ഓരോ പോയിന്റ് കൊടുത്തേക്കാം. അതായിരിക്കും ശരി. അപ്പൊ ചുള്ളിക്കാട് എന്ന് പറഞ്ഞാൽ വേറെ ആരും അങ്ങനെ ആ പേരിലില്ല, അതുകൊണ്ട് കവികളാരും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബ്രീസയ്ക്കും ഒരു പോയിന്റ്, പിന്നെ ബിനോ മാത്യു. ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന് എല്ലാവരും ഉത്തരം. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പറയാവുന്ന. ഇതാര? സുരേഷ് ഗോപിയോ? ദൈവമേ, ക്ഷുഭിത യൗവനത്തിന്റെ കവിയോ? ക്ഷുഭിത. അപ്പൊ അങ്ങനെ. അപ്പൊ ബ്രീസ ഒരു പോയിന്റ്. അപ്പൊ അടുത്തത് എളുപ്പമുള്ള ചോദ്യം കേട്ടോ. നിങ്ങളെ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല കേട്ടോ. അപ്പൊ അടുത്തത് ഞാൻ പറയാം. ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ വരിയാണ്. പെട്ടെന്ന് പറയാമേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വധശ്രമത്തെ നേരിട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ തുടങ്ങുന്ന നോവൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വധശ്രമത്തെ നേരിട്ടിട്ടുണ്ടോ? അതിനോട് ചേർത്ത് ഒരു ചെറിയ സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് ആ പുസ്തകത്തിലുടനീളമുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, പെട്ടെന്ന് കിട്ടും. അതാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തു വെക്കുന്ന ഒരു സംഭവം. യെസ്, വന്നിട്ടുണ്ട്. എളുപ്പമുള്ളതല്ലേ ചോദിക്കുന്നത്? ശരിയാണ്, എളുപ്പമുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്. ഹായ് ബിനു. ഓക്കെ, നിഷിബ ഉത്തരം പറഞ്ഞു, ഘാതകൻ പറഞ്ഞു, സാബിറ ഘാതകൻ പറഞ്ഞു. പിന്നെ ഇനി ആരുടെയെങ്കിലും ഉത്തരം വരുന്നുണ്ടോ? ശ്രീജാജിത്ത് ഘാതകൻ പറഞ്ഞു, സിന്ധു ഭാരതി ഘാതകൻ, ജയശ്രീ ജോൺ ഘാതകൻ. ഉണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ? ഉത്തരം മുകളിലുണ്ട്. മിടുക്ക, അത് കൊള്ളാം. ബിനു അല്ലെങ്കിൽ എപ്പോഴും ഇടായിപ്പാട്ടോ. ഉത്തരം മുകളിലുണ്ട്. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനായിട്ട് എന്തിനാ പറഞ്ഞത്? മടിയൻ. വേഗം ഉത്തരം പറഞ്ഞോ. ഇവിടെ ഉത്തരം വന്നിട്ടാണ് എനിക്ക് ചോദ്യം വന്നത്. അതെന്തു പറ്റി? അങ്ങനെ വരുന്നതല്ലല്ലോ. അവിടെ എന്തോ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. എനിക്ക് വേണ്ടി സാബിർ. അത് രമ്യ. ബിനുവിനെ കണ്ടുപിടിക്ക. എനിക്കും. ഹൈദരാലിയോ? ദൈവമേ, ഏത് ഹൈദരാലി? സെയിം. ഇനി പറയുന്നില്ല, മഞ്ജു പറയുന്നില്ല. എല്ലാവരും ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. അതാണ് ഇനി ആരും ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരം വന്നതിൽ ആദ്യം പറഞ്ഞത് നിഷിബയാണ്. ഘാതകൻ പറഞ്ഞിരിക്കുന്നത് നിഷിബയാണ്. ഓക്കെ, അപ്പൊ അത് അറിയാമല്ലോ, കെ ആർ മീരയുടെ നോവലാണ് ഘാതകൻ. അപ്പൊ അതിനകത്ത് എന്താണ് പറയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വധശ്രമത്തെ നേരിട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഷ്ടം. അപ്പൊ ഇല്ലെങ്കിൽ കഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ചോദ്യങ്ങൾ, കുറേ കാര്യങ്ങൾ അതില് സത്യപ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് മറക്കുകയില്ല. കുറെ ചോദ്യങ്ങൾ നമ്മളോടും കൂടെ ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. ഭയങ്കര രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അത് ഒരുപാട് വരുന്നുണ്ട് ആ സെന്റൻസ്. അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം നിൽക്കുന്ന ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ
അങ്ങനെ ഘാതകൻ. അപ്പം നിഷിബയ്ക്ക് 2 പോയിന്റായി. ബുദ്ധിമാൻ ബിനു കറക്റ്റ്. അത് തന്നെ. ഇന്ന് വൈശാഖില്ലേ, എവിടെ പോയി? വൈശാഖിനെ കണ്ടതേ ഇല്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. അടുത്ത ചോദ്യം, തമ്പ ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. ആരുടെ വാക്കുകളാണിത്? ഏത് നോവലിൽ? രണ്ടും പറയണം കേട്ടോ. ആരുടെ വാക്കുകളാണിത് എന്ന് വെച്ചാൽ, അതായത് ആ കഥാപാത്രം, അതിലെ കഥാപാത്രം ആരാണിത് പറയുന്നത്, ഏത് നോവലിലാണ്. ഒരുപാട് പഴയ ഒരു ക്ലൂ തരാം. പഴയ ഒരു നോവലാണ് കേട്ടോ, ഒത്തിരി പഴയ ഒരു നോവലാണ്. ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പറഞ്ഞു. എന്നോട് പറയട്ടെ, തമ്പ ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. ഇതിനിടെ ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്ന? എന്നോടാണോ രമ്യ? രമ്യ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു 100 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് തന്നെ ചോദിക്കണം. ഞാനൊക്കെ മടിച്ചാന്നേ. ഒരു ഉത്തരമേ വന്നിട്ടുള്ളൂ. ഇനിയും പോരട്ടെ, വേഗം വേഗം പറഞ്ഞോ. നെല്ല് വത്സലയുടെ നോവൽ, പൊന്തന്മാട, രണ്ടിടങ്ങഴി, തകഴി ശിവശങ്കരപ്പിള്ള, രണ്ടിടങ്ങഴി, കോരൻ. ഞാൻ ഇതിനകത്ത് ചോദിച്ചത് പിന്നെ ഏത് നോവലാണെന്നും ഇതിനകത്ത് ഏത് കഥാപാത്രമാണ് ഇത് പറയുന്നതെന്നുമാണ് ചോദിച്ചത്. അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. ഏത് നോവലാണ്, ഏത് കഥാപാത്രമാണ് ഇത് പറയുന്നത്. അതിനകത്ത് കുറെ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതില് ആരാണ് ഇത് പറയുന്നതെന്നാണ് ചോദിച്ചത്. എഴുത്തുകാരൻ ആരാന്ന് അല്ല ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയണം. പുസ്തകം ആരാണെന്ന് മാത്രമല്ല, ഈ പുസ്തകത്തില് ആരുടെ വാക്കുകളാണ്, ഏത് നോവലാണ്, ഇത് മാത്രമാണ് ചോദിച്ചത്. ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടിടങ്ങഴി കോരൻ, രണ്ടിടങ്ങഴി തകഴി ശിവശങ്കരപ്പിള്ള. ഓക്കെ, അപ്പൊ അങ്ങനെ ഉത്തരം ആദ്യം പറഞ്ഞത്, ഒരു ഉത്തരം ആദ്യം പറഞ്ഞത്, ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം. അതിനകത്ത് എന്താ പറയാ, തകഴിയുടെ രണ്ടിടങ്ങഴി, അതിൽ കോരന്റെ വാക്കുകളാണ് ഇത്. അപ്പോൾ കോരൻ എന്താണ്? കോരന് അത്താഴത്തിന് നെല്ല് തന്നെ കിട്ടണം. വെറുതെ എത്തിപ്പോരം വരുന്ന കൂലി കൊടുത്താൽ പോരാ. അപ്പൊ ആ കൂലി കൊണ്ടൊന്നും കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോരൻ പറയുന്നതാണ്, എനിക്ക് നെല്ല് മതി കൂലിയായിട്ട്, എനിക്ക് ചക്രം വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിടങ്ങഴിയിലെ കോരനാണ് ഇത് പറയുന്നത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലാണ്, വലിയ വിപ്ലവം ഉണ്ടാക്കിയ നോവലാണ്. അപ്പോ അങ്ങനെ കോരൻ പ്ലാവിലക്കഞ്ഞി, പ്ലാവിലക്കഞ്ഞി അതിന് ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നോവലിന്റെ പേരെന്ന് പറഞ്ഞത് രണ്ടിടങ്ങഴിയാണ്. രണ്ടിടങ്ങഴി കോരൻ എന്ന് ആദ്യം പറഞ്ഞത് ജീസ് കൈതാരമാണ്. രണ്ടും പറയുന്നവർക്കാണ് പോയിന്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ജീസ് കൈതാരം ആണ് വിന്നർ. ഇതിനകത്ത് 1 പോയിന്റ്. ഓക്കെ, ഈ ചോദ്യത്തില്. പിന്നെ ആരാ? ശ്രീജാജിത്ത് ഒരു പകുതി പറഞ്ഞു, ബാക്കി കൂടെ പറയാൻ വയ്യായിരുന്നോ? കോരൻ പ്ലാവിലക്കഞ്ഞി അല്ല. അപ്പോ ഓക്കെ, ജീസ് കൈതാരത്തിന് 1 പോയിന്റ്. അപ്പോ ഇതുവരെ പോയിന്റ് കിട്ടി. നഷിബ 2 പോയിന്റ് ഉണ്ട്, സിന്ധു ഭാരതി 1 പോയിന്റ്, പവിത്ര 1 പോയിന്റ്, ബ്രീസ 1 പോയിന്റ്, ബിനോ 1 പോയിന്റ്, ജീസ് കൈതാരം 1 പോയിന്റ്. ഇത്രയും പേരാണ് ഇപ്പൊ പോയിന്റ് നിലയിൽ നിൽക്കുന്നത്. ഇപ്പൊ നിഷിബയാണ് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. നിഷിബ വിട്ടുകൊടുക്കരുത് കേട്ടോ. കോരൻ പ്ലാവിലൊക്കെ ഞാൻ അവിടെ പോയി. അതിന് മുന്നേ നേരത്തെ പറഞ്ഞു. ഇതാണ് ഇവിടെ പറഞ്ഞില്ലേ, ഉത്തരങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, ആദ്യം പറയാന്നുള്ളതാണ് പോയിന്റ്. അടുത്തൊരു ചോദ്യം, മലയാളത്തിലെ ഏത് നോവലാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന സിനിമയായത്? അറിയാമോ? മലയാളത്തിലെ ഏത് നോവലാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന സിനിമയായത്? പറയാമോ? മലയാളത്തിലെ ഏത് നോവലാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന സിനിമയായത്? ചോദ്യം കേട്ടോ എല്ലാവരും? ഇവിടെ ആരെയും കാണുന്നില്ല. മലയാളത്തിലെ ഏത് നോവലാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന സിനിമ? സന്ധ്യക്കെന്തിന് സിന്ദൂരം എല്ലാവരും കണ്ടിട്ടുള്ള മൂവി ആയിരിക്കും അല്ലേ? മായ 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 ബിനോജി വർഗീസ് മായ പറഞ്ഞു. ജയശ്രീ ജോൺ മായ പറഞ്ഞു.
ഏത് നോവലാണെന്ന് പറയാം, അഥവാ അത് ഓക്കെ. സഹല യാസർ മായ പറഞ്ഞു. എല്ലാവരും മായയാണല്ലോ പറയുന്നത്. മായ. ഇനി ഒന്നുമില്ലേ? സിനിമ അറിയാം, ബുക്ക് അറിയില്ല. സിനിമ എല്ലാവർക്കും അറിയാം. അതെ, ബുക്ക് അറിയില്ല. കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പം അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഇതിപ്പോ ഈ സത്യം പറഞ്ഞ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെയർ സംഭവം. നമ്മൾ പെട്ടെന്ന് എന്നാൽ അറിയുകയും ചെയ്യാൻ പെട്ടെന്ന് കിട്ടുകയില്ലെന്ന് പറയുന്ന പോലത്തെ സംഭവമില്ല. എവിടെയാണെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ അതുകൊണ്ട് കേട്ടിരിക്കാന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. വിട്ടിട്ട് പോരുത്. എനിക്ക് ഉത്തരം അറിയില്ല എന്ന് കണ്ടിട്ട് വിട്ടിട്ട് പോരുത്. ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഓക്കെ. സിനിമ അത് അറിയില്ല ആർക്കും. മായ അല്ല കേട്ടോ, മായ അല്ല. അപ്പൊ ഇത് കുറച്ചുപേരെ ഉത്തരം. സിന്ദൂരം അല്ല. അപ്പൊ ഇത്രയും പേരെ പറയുന്നുള്ളൂ, ആരും ഉത്തരം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓക്കെ ശരി. എഴുതിയതാരെന്ന് പറയാം. അത് ആ ചോദ്യം നമുക്ക് എഴുതിയതാരെന്ന് പറയാമോ? ഇതിന്റെ കഥ എഴുതിയത് ആരുടെ നോവലാണെന്ന് പറയാമോ? ഏത് നോവൽ എന്നുള്ള ചോദ്യം നമുക്ക് വിട്ടിട്ട് അത് അധികം ആർക്ക്, ഞാൻ പിന്നീട് ഉത്തരം പറയാം. ആരുടെയാണെന്ന് പറയാമോ? പെട്ടെന്ന് പറയൂ. അതെങ്കിലും പറയാൻ പറ്റുമായിരിക്കും. സന്ധ്യക്ക് എന്തിന് സിന്ദൂരം ആരുടെ നോവൽ സിനിമയാക്കിയതാണ്? ആരുടെ നോവൽ സിനിമയാക്കിയതാണ്? ആരുടെ നോവൽ സിനിമയാക്കിയതാണ്? സന്ധ്യക്ക് എന്തിന് സിന്ദൂരം ആരുടെ? MD. ഈ ഉത്തരമെങ്കിലും പറയൂ. നോവല് പറഞ്ഞില്ലെങ്കിലും സാരമില്ല, അത് അത്ര കണ്ട് കിട്ടാനില്ലാത്ത ഒരു സംഭവമാണ്. ആരുടെ? അദ്ദേഹത്തിന്റെ കുറെ നോവലുകൾ സിനിമയായിട്ടുണ്ട്. PG വിശ്വംഭരന്റെ അത് എനിക്കൊന്ന് അദ്ദേഹം സംവിധായകനല്ലേ, അത് തിരക്കഥ എന്തോ ആണ്. PG വിശ്വംഭരൻ. അഗ്നിസാക്ഷി. സജനത്ത വന്നല്ലോ. ഫുൾ നെയിം പറയാമോ? ഫുൾ നെയിം പറയൂ. ഓക്കെ. തോപ്പിൽ ഭാസി അല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഉത്തരം വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചോദ്യത്തിന് വേണ്ടി രണ്ടായിട്ട് ചോദിച്ചുകൊണ്ട് കുറെ സമയം ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോ ഓക്കെ. സജനത്തെയാണ് ആദ്യം പറഞ്ഞത്. കാനം എന്ന് പറഞ്ഞത് ഫുൾ നെയിം. ഓക്കെ. ജീസ് കൈതാരം, കാനം EJ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ നെയിം പറഞ്ഞതുകൊണ്ട് ജീസ് അല്ലെങ്കിൽ സജനത്തയ്ക്ക് ഒരു പോയിന്റ്. പിന്നെ ഫുൾ നെയിം പറഞ്ഞത് എനിക്ക് ആദ്യം കാണുന്നത്, ജയശ്രീ നോക്കിക്കോണേ, ആദ്യം കാണിക്കുന്നത് സജനത്തെയാണ്. സജനത്ത പിന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ജീസ് കൈതാരത്തിനും കൂടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ നെയിം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാണാം രാജേന്ദ്രൻ അല്ല. ഓക്കെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, EMS കഥാപാത്രമാകുന്ന M. മുകുന്ദന്റെ നോവൽ. ഞാൻ എഴുത്തുകാരനെ കൂടെ പറഞ്ഞിട്ടുണ്ട്. EMS ആണ് അതിൽ കഥാപാത്രം ആകുന്നത്. എന്ന് വെച്ചാൽ EMSന്റെ കഥാപാത്രമായിക്കൊണ്ട് വേറെ നോവലുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേരുകൂടി പറഞ്ഞത്. M. മുകുന്ദന്റെ നോവൽ കേട്ടോ. ഇപ്പൊ മുമ്പേ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞിരുന്നല്ലോ, മലയാളത്തിൽ ഏത് നോവലാണ് സന്ധ്യക്ക് എന്തിന് സിന്ദൂരം സിനിമയായത്? കാനത്തിന്റെ വിഷാദം എന്ന് പറയുന്ന നോവലാണ്. അത് മറന്നു പോകരുത് കേട്ടോ. കാനത്തിന്റെ വിഷാദം എന്ന് പറയുന്ന നോവലാണ്. അത് ഓർത്തു വെച്ചോളൂ. മായ അല്ലായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, EMS കഥാപാത്രമാകുന്ന M. മുകുന്ദന്റെ നോവൽ. ഈ ചിത്രത്തിന്റെ ഷൂട്ടിന് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നടന്നപ്പോഴാണ് ഞാൻ ആദ്യമായി മമ്മൂക്കയെ കണ്ടത്. ആഹാ, വെരി ഗുഡ്. അത് നല്ലൊരു അനുഭവമായല്ലോ സജനത്ത. ഫുൾ നെയിം ആദ്യം പറഞ്ഞത് ജീസ്. ഓക്കെ ശരി. ജീസ് കൈതാരം. ഫുൾ നെയിം ആദ്യം പറഞ്ഞതാണ്. ഓക്കെ. സജനത്തയ്ക്ക് ഞാൻ പോയിന്റ് കൊടുത്തിനി അത് തിരിച്ചെടുക്കാൻ പോട്ടെ. സജനത്തയ്ക്കും കൂടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്ത് കൊടുത്തതാണ്. കാരണം അത് ഇത്തിരി ഒരു സിൽവി കാണാം. ഓക്കെ. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. അടുത്തത് EMS കഥാപാത്രമാകുന്ന M. മുകുന്ദന്റെ നോവൽ. പോരട്ടെ ഉത്തരങ്ങൾ പോരട്ടെ. ബിനോജി വർഗീസ്. ഞാൻ ഡ്യൂട്ടിയിൽ ബിസി ആയതുകൊണ്ട് എന്റെ ടീം മെമ്പർ. അത് പറ്റൂല. അതുപോലെ ടീം മെമ്പർ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം. അത് പറ്റൂല. ഡ്യൂട്ടിയിൽ ബിസി ആണെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല. ഉത്തരങ്ങൾ വന്നു. സഹല യാസർ പറഞ്ഞു. കൊടുത്തിട്ടുണ്ട്. ജയശ്രീ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോ സഹല യാസർ കേശവന്റെ വിലാപങ്ങൾ.
പങ്കൾ. വിലാപം എന്ന് മാത്രമേ എഴുതിയുള്ളായിരുന്നില്ല. അപ്പൊ ഇനി അതിന് മാർക്ക് കിട്ടില്ല കണ്ട പങ്ങളെന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊരു ആത്മാർത്ഥത. അതാണ് ഡ്യൂട്ടിയിൽ ബിസി ആയത് കൊണ്ട്. ഇതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. കേശവന്റെ വിലാപങ്ങൾ. പോരട്ടെ ഇനി ഉത്തരങ്ങൾ പോരട്ടെ. ആരാ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പറഞ്ഞത് എമ്മുകുന്ദൻ അല്ല. എമ്മുകുന്ദന്റെ നോവൽ തന്നെയാണ് മയ്യഴിപ്പുഴ. പക്ഷെ അത് EMSനെ കുറിച്ചുള്ളതല്ലോ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നോവലല്ലേ. അതിനകത്ത് EMS എവിടെയാണ്? ഇല്ല. എമ്മുകുന്ദന്റെ ഏതെങ്കിലും നോവലല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. EMS കഥാപാത്രമാകുന്ന നോവലാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ഉത്തരങ്ങള് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉത്തരങ്ങൾ വന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ ഇത് ആദ്യം ഉത്തരം പറഞ്ഞത് ബിനോജി വർഗീസ്, കേശവന്റെ വിലാപം. ഇത് സഹലയ്ക്കും കൂടെ രണ്ടുപേരും ഒരേ സമയത്താണ് പറഞ്ഞിരിക്കുന്നത് കേശവന്റെ വിലാപങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ ബിനു രണ്ടാമത് പങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പോട്ടെ, സാരമില്ല. ഓക്കെ. ബിനോജി വർഗീസിന് ഒരു പോയിന്റ്. ബിനോജി വർഗീസ്, സഹലയ്ക്കും ഒരു പോയിന്റ്. സഹലയ്ക്കും ഒരു പോയിന്റ്. ഡൽഹി അല്ല. ഞാൻ എമ്മുകുന്ദന്റെ നോവലിൽ അങ്ങനെയല്ല ചോദിച്ചാൽ EMS കഥാപാത്രം. അങ്ങനെ EMS കഥാപാത്രം ബെന്യാമിന്റെ ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്നതാണ്. അതായത് സർക്കാർ ഓഫീസിലെ ഒരു ക്ലർക്കായിട്ടുള്ള കേശവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം EMSനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതി. അങ്ങനെ ഒരു പുസ്തകമാണിത്. എമ്മുകുന്ദൻ എഴുതിയാണ്. കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്നതാണ്. ഗസൽ മൊഴിയിരിക്കുന്ന അമ്മ. സാര അത് നല്ല കാര്യമാണ് കേട്ടോ. കുഞ്ഞിൻ്റെത് പിന്നെ ഇടി കിട്ടാതെ നോക്കിക്കോണം. എൻ്റെ ആദ്യത്തെ പോയിന്റാണ് സഹോ. പിന്നല്ല, പൊളിച്ച്. അതാണ്. അടുത്തത് ഒരു കവിതാ സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതെ, ഈ ആത്മാർത്ഥം നമ്മൾ കാണാതെ പോയത് സത്യമാണ്. കൂട്ടക്ഷരങ്ങളുടെ വകയായിട്ട് സമ്മാനം കൊടുക്കേണ്ട ആളാണ് കേട്ടോ. ഇന്ന് വാശിയേറിയ മത്സരത്തിന് ബിന്ദു ഇന്നലെ പോയിന്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്നൊരു ചൂടില്ല. ആദ്യം തലച്ചോറിന് ഭക്ഷണം. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്റെ വൃത്തം ഓടയിൽ പെറ്റുവീണ കുഞ്ഞിന്റെ നിലവിളിയുടെ വൃത്തമാണ് എന്നെഴുതിയ കവി ആരാണ്? അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ പറയും, കവിതയ്ക്ക് വൃത്തമില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പരാതികളൊക്കെ പറയില്ല. സ്ട്രക്ചർ വൈസ് ഒന്നും കവിതകൾ എഴുതുന്നില്ല, എന്തെങ്കിലും എഴുതിയിട്ട് കവിതയാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതില് അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ വൃത്തം ഓടയിൽ പെറ്റുവീണ കുഞ്ഞിന്റെ നിലവിളിയുടെ വൃത്തമാണ് എന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് കുറെ കൂടെ വരികളുണ്ട്. അപ്പോൾ ഇതാണ്. ആരാണ്? ഉത്തരങ്ങൾ വന്ന് മുട്ട അങ്ങനെയില്ല ജിഷ, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം ജിഷയ്ക്ക് ഇടയ്ക്കൊക്കെ കുറേ ഇതിനൊക്കെ പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ. ആരാണ്? ചുള്ളിക്കാട്. ആര് ഉത്തരം വന്നിരിക്കുന്നത്? OP കേശവൻ, ചുള്ളിക്കാട്, അയ്യപ്പൻ, P കേശവൻ, കടമ്മനിട്ട, സച്ചിദാനന്ദൻ, അയ്യപ്പൻ. ബിന്ദു ചേച്ചി ഉത്തരം ഇത്ര ഈസി ചോദ്യങ്ങളൊന്നും എടുക്കില്ല. അതെ, ഇതൊക്കെ ചീള് കേസ് ബിന്ദു. ഇതൊക്കെ ആരാ ഇരിക്കുന്നത് അല്ലേ? ഒന്നും ഇരിക്കുന്ന പരിപാടിയില്ല ബിന്ദു. ഞാൻ ഡ്യൂട്ടിയില്ല, എനിക്ക് വേണ്ടി സജനത്ത് പറയാം. ഇന്നും ടീമായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈശാഖായിരുന്നു. അപ്പൊ ഇന്ന് ബിന്ദുവാണ് സജനത്ത. P കേശവദേവ്. സഹല പറഞ്ഞിരിക്കുന്നു P കേശവദേവ്. അപ്പോ ഉത്തരങ്ങളൊക്കെ വന്നു. പള്ളിക്കാട്, അയ്യപ്പൻ, കടമ്മനിട്ട. ഓക്കെ. ഇനി ആരാ വന്നിരിക്കുന്ന? കേശവദേവ്. ഞാൻ ബിന്ദു ടീമായിരുന്നു. സിൽവി. സജനത്ത ബിന്ദുവിനെ പിടിച്ചോ കേട്ടോ. ബിന്ദു ടീമിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഉത്തരങ്ങള് അയ്യപ്പൻ എപ്പോഴും അലഞ്ഞു നടക്കുന്ന ആളായോണ്ട് ഗസ് അടിച്ചത്. അത് ശരി. വൃത്തമൊന്നും ഇല്ലാതെ എഴുതുന്ന ആളല്ലേ? ഓക്കെ. അത് മനസ്സിലായി. ഓക്കെ.
അപ്പോ ഉത്തരം സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദന്റെ സത്യവാങ്മൂലം എന്ന് പറയുന്ന ഒരു കവിതയിലാണ് ഇത് എന്താ പറയുക, അദ്ദേഹം പറയുന്നതാണ്, തൊണ്ടയിടറുകയും കണ്ണ് കലങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൃത്തവും പ്രാസവും മറന്നുപോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും അദ്ദേഹം വൃത്തം ആക്കി ഒരു കവിത എഴുതിയിട്ടുണ്ട് വൈലോപ്പിള്ളിക്ക് വേണ്ടിയിട്ട്. വൈലോപ്പിള്ളിയുടെ പ്രിയപ്പെട്ട വൃത്തം എന്ന് പറഞ്ഞാൽ കേകയിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇവനെ കൂടി എന്ന് പറയുന്നൊരു വിലാപകാവ്യമുണ്ട് സച്ചിദാനന്ദന്റെ. അദ്ദേഹം വൃത്തത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, എൻ്റെ വൃത്തം ഓടയിൽ പെറ്റു വീണ കുഞ്ഞിന്റെ നിലവിളിയുടെ വൃത്തമാണെന്ന് പറഞ്ഞത് സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ എന്ന് ഉത്തരം പറഞ്ഞത് ആരാണ്? എനിക്കൊന്ന് ബിനോ ആണ്. ബിനോ സച്ചിദാനന്ദൻ, ബിനോ മാത്യു സച്ചിദാനന്ദൻ. ബിനോയ്ക്ക് 2 പോയിന്റ് ആയി പോട്ടോ. നിഷിബ 2 പോയിന്റ് ആയി. ജീസ് കൈതാരം 2 പോയിന്റ് ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിനകത്ത് ചില പോയിന്റൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. ഉത്തരം ഇതാണ്, സച്ചിദാനന്ദൻ. അതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇതും എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്തത് 2 പോയിന്റായിട്ട് മുന്നേ നിൽക്കുകയാണ്. ഇത് വിട്ടുകൊടുക്കരുത് കേട്ടോ. അടുത്തത് വിന്നറാവണം, ഒറ്റ വിന്നറാവണം. ഷെയർ ചെയ്തൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇത് സത്യമല്ല, വിഷമിക്കുമ്പോൾ ആര് വൃത്തം പ്രാസം. ശരിയാന്ന്, ഇപ്പൊ അതല്ലേ പറയാം. അതിനൊക്കെ അതുകൊണ്ടല്ലേ മാറ്റം വന്ന്, പുതിയ കവിതകൾ, പുതിയ സംഭവമായിട്ട് തന്നെ വന്നില്ലേ കവിതകളൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നും എഴുതാനൊന്നും പറ്റില്ല എല്ലാവർക്കും ഒന്നും. അപ്പോൾ ഓക്കെ, വൃത്തമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിലും പറയാനുള്ളത് പറയണമല്ലോ കവിതയായിട്ട്. അപ്പോൾ അങ്ങനെ അടുത്ത ചോദ്യം പറയാൻ, നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ഇതാരെഴുതിയാന്ന് പറയുമോ? പിന്നെ അല്ലാതെ പുസ്തകം എടുക്കണം. പുസ്തകത്തിന്റെ ഫീൽ ഞാൻ പറഞ്ഞില്ലേ, വായനയുടെ ഫീലൊന്ന് വേറെയാണ്. അത് വായിക്കണം. വായിക്കുക മാത്രമല്ല കേട്ടോ, കുറച്ചൊക്കെ ഓർത്തൂടെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. ഞാൻ ഒരുപാട് വായിക്കും, പക്ഷെ ഓർമ്മ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെയായാലും വായന ആ സമയത്തെങ്കിലും ഒരു അനുഭവം കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് പുസ്തകം ആരും വായിക്കാതിരിക്കരുത്, പുസ്തകം വായിക്കണം. അതുപോലെ മക്കളെ കൊണ്ടും പുസ്തകം വായിപ്പിക്കണം. തീർച്ചയായിട്ടും ചെറിയ ചെറിയ സ്റ്റോറി ബുക്സ് ഒക്കെ കൊടുത്താൽ മതി, അവർ വായിക്കട്ടെ, വായിച്ചു വളരട്ടെ കുഞ്ഞുങ്ങൾ. അവരുടെ ഒരു ഇമാജിനേഷനൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ആരാണ് ഇത് എഴുതിയത്? എപ്പോഴും കേൾക്കുന്നതല്ലേ, ഒരുപാട് നമ്മുടെ നാടിനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ഓരോരുത്തർ എഴുതുകയും ഒക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അതെ, ഞാൻ എപ്പോഴും ചൊല്ലുന്ന. എന്നിട്ട് അത് ആരാന്നറിയോ? പറ. അതാണ് നമ്മൾ എപ്പോഴും പറയുന്ന പല സംഭവങ്ങളും നമുക്ക് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ ഒരുപാട് പറയുന്നു, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഇത് ആരായിരിക്കും പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ക്വിസോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പൊളിക്കാം. അങ്ങനെ ബിനോ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ, അല്ല ബിന്ദു പറയുന്നത് എന്താ, വെയിറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ലാസ്റ്റ് സഹതാപം കൊണ്ടിലേക്ക് ഒരു പോയിന്റ് തരും. ഇന്ന് ബിന്ദുവിന് മാർക്ക് സഹതാപത്തിന് കിട്ടുന്ന മാർക്കാണല്ലേ. ഇന്നലെ വാശിയേറിയ മത്സരമായിരുന്നു, അതിനാണ്. ബിനോ പറഞ്ഞു, അക്കിത്തം പറഞ്ഞു, ബ്രീസ വൈലോപ്പിള്ളി, ശ്രീജ വൈലോപ്പിള്ളി, ജീസ് കൈതാരം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, പി കുഞ്ഞിരാമൻ നായർ, സദാനന്ദ് കുമാർ പറഞ്ഞിരിക്കുന്നു. റംസിൻ അപ്പോൾ പറഞ്ഞിരുന്നല്ലോ. സിൽവിയമായി ഒത്തിരി പേര് പറയുന്നിടത്ത് ഓരോരുത്തരെയും എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. ജിഷ റീജോ കുറ്റിപ്പുറത്ത് കേശവൻ നായർ, ഓക്കെ. സജിനാബിള്ള കുറ്റിപ്പുറത്ത് കേശവൻ നായർ, സിന്ധു ഭാരതി കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അപ്പം അങ്ങനെ ഉത്തരങ്ങൾ വന്നുകൊണ്ട് സത്യം ഇനി നോക്കണം, അതെ വായിക്കണം കേട്ടോ. അത് ഇവിടുന്ന് ഒരു തുടക്കമാവട്ടെ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അപ്പോൾ കുറേ ഉത്തരങ്ങളൊക്കെ വന്നു. അപ്പം നമുക്കിനി നോക്കാം ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞതെന്ന് നോക്കാം. ജിഷ. ആഹാ, ജിഷ അടിച്ചു മോളെ, അടിച്ചു. ജിഷയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ജയശ്രീ ജിഷ തന്നെയല്ലേ? ഇതിപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്ട് അധികം വലിയൊരു പെട്ടെന്ന് കയറി വരുന്നില്ല, അപ്പം അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. ജിഷ റീജോ കണ്ടോ, വെറുതെ ആയില്ല ജിഷ, കണ്ടോ. ജിഷ റീജോ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഗുരുവായൂരല്ലേ കേശവൻ? എൻ്റെ അമ്മേ, കുറ്റിപ്പുറത്തല്ല. കുറ്റിപ്പുറം എന്ന് പറഞ്ഞാലൊന്നും പറ്റൂല ബിനു കേട്ടോ. എനിക്ക് ചോദിക്കാനേ അറിയൂ, ഉത്തരം പറയാൻ അറിയില്ല. എന്നെ പോലെ പറവൂരിൽ ആരെങ്കിലും ചോദിച്ച ചോദ്യം കേട്ടോ അപ്പം കാണിച്ചു കൊടുക്കാം. ശരിയാ, പറവൂർ എല്ലാവരെ പേരുടെ സ്റ്റോറി എഴുതുന്ന ആളാണ്.
ഫൈനൽ പറഞ്ഞില്ല. കുറ്റിപ്പുറത്ത് കേശവൻ നായർ പറഞ്ഞു കഴിഞ്ഞു, അത് ജിഷയാണ്. ജിഷയ്ക്ക് ഒരു പോയിന്റ്. പിന്നല്ല, മാനം കാത്തു, പിന്നല്ല. അതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഐ ആം സാഡ്, ഐ ആം മാഡ്. ഇത് മലയാളത്തിലെ ഏത് പ്രശസ്തമായ നോവലിലെ ഒരു അധ്യായമാണ്? ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ ഇത് അതിലെ ഒരു അദ്ദേഹത്തിന്റെ ഞാൻ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉത്തരം വരും. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. സയൻസ് ആരെങ്കിലും വാച്ചിങ്. ഓക്കെ, അപ്പോൾ ഉത്തരം പറയൂ. ഐ ആം സാഡ്, ഐ ആം മാഡ്. ഇത് മലയാളത്തിലെ ഏത് പ്രശസ്തമായ നോവലിലെ ഒരു അധ്യായമാണ്? അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തത് കേട്ടോ. കാരണം കുഞ്ഞാമീൻ ഇത് ഒരു നോവലാണ്. നോവലിലെ ഒരധ്യായമാണ് കേട്ടോ, ഒരധ്യായമാണ്. അതിന്റെ പേരാണിത്. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ്. ക്ലൂ എന്ന് പറയും. ബെന്യാമിൻ വന്നു ഉത്തരം. അതാണ് കൊച്ചിന്റെ സാധനം കൊണ്ട് മാത്രം ജിഷയുടെ കാര്യം കറക്റ്റ്. ഇനി ഉത്തരങ്ങൾ പോരട്ടെ. ചെറിയൊരു ക്ലൂ വേണോ? ചെറിയൊരു ക്ലൂ. ഉത്തരങ്ങൾ വീണ്ടും വന്നു. ടി.ഡി. രാമകൃഷ്ണൻ. അതെന്ത് രാമകൃഷ്ണൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? പോട്ടെ, ഇതായിരിക്കും അല്ലേ, ടൈപ്പിംഗ് എറർ ആയിരിക്കും അല്ലേ. ടി എന്ന് എഴുതിയപ്പോൾ അതങ്ങനെ മലയാളത്തിൽ വന്നപ്പോൾ അങ്ങനെ വന്നതാവാം. ഓക്കെ, ക്ലൂ വേണം. ക്ലൂ എന്ന് പറയുന്നത് ഇപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഉണ്ടായിരുന്നല്ലോ. എന്താണ് മമ്മൂട്ടിയ ടി.ഡി. രാമകൃഷ്ണൻ വന്നു. സല്ലാമ എം ഉദ്മ, സുഗന്ധി ആണ്ടാൾ ദേവനായകി. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് സ്റ്റോറി എഴുതിയ ആളാണ്. മമ്മൂട്ടിയും എന്തായിരുന്നു, ഹരിശ്രീ അശോകനും അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ഉള്ള മൂവി ഉണ്ടായിരുന്നല്ലോ, ഭ്രമയുഗത്തിന്റെ കഥ എഴുതിയ ആളിന്റെ നോവലാണ്. ഏത് നോവലാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ക്ലൂ ഇതാണ് ക്ലൂ. അദ്ദേഹത്തിന്റെ ഒരു ടി.ഡി. രാമകൃഷ്ണൻ, ഫ്രാൻസിസ് ഇട്ടിക്കോര, TDR. അദ്ദേഹത്തിന് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എഴുത്തുകാരന്റെ പേരല്ല ഞാൻ ചോദിച്ചത്. അത് തന്നെ, പ്രമേയം. പെട്ടെന്ന് പേര് കിട്ടുന്നില്ലായിരുന്നു. എഴുത്തുകാരന്റെ പേരല്ല ചോദിച്ചത്, ഞാൻ നോവലിന്റെ പേരാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ നോവലിലെ ഒരു അധ്യായമാണ് വെച്ചാൽ തുടക്കത്തിൽ വരുന്ന അധ്യായം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് അവിടെ നിന്നാണ് അത് കുറച്ചൊരു ഇതായിട്ട് വരുന്നത്. അപ്പൊ ഏത് നോവലിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് നോവലിലെ അധ്യായമാണ്? ഫ്രാൻസിസ് ഇട്ടിക്കോര. എല്ലാവരും ഫ്രാൻസിസ്, അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നോവൽ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഇട്ടിക്കോര. അവിടെ നിന്നാണ് അദ്ദേഹത്തിനൊരു ഇത് ഇങ്ങനെ വന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇതിലാരാണ് ആദ്യം വന്നിരിക്കുന്നത്? അധ്യായമായോണ്ട് അറിയാത്ത, ഇല്ലെങ്കിൽ പറഞ്ഞേനെ. അതാണ് ഈ അധ്യായത്തിന്റെ പേരൊക്കെ ആരാണ് ഓർത്ത് വെക്കുന്നത് അല്ലേ? നോവലായിരുന്നു ഇപ്പൊ എപ്പോ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, സിൽവി ആദ്യം, ബെന്യാമിൻ പറഞ്ഞു, ബ്രീസ ബെന്യാമിൻ, ബിനോജി വർഗീസ്, TD രാമകൃഷ്ണൻ. ഓക്കെ, ഉത്തരം സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇതാണ് ഉത്തരം. അപ്പോൾ TD രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആയില്ല, പുസ്തകത്തിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് സല്ലാമ എം ഉദ്മ, അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിഷയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജിഷ ഇരിക്കുന്ന ഒരു എനിക്കൊന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിഫറൻസ് ആയിരിക്കാം കേട്ടോ അത് വന്നിരിക്കുന്നത്. എന്തായാലും ഉത്തരം പറഞ്ഞല്ലോ, അത് വലിയ കാര്യം, നഷ്ടമില്ല കേട്ടോ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. സല്ലാമയ്ക്കാണ് ഒരു പോയിന്റ്. ഓക്കെ, സല്ലാമയ്ക്ക് ഒരു പോയിന്റ്. ഫ്രാൻസിസ് ഇട്ടിക്കോരയാണ് എല്ലാവരും പറയുന്നത്, അല്ല സുഗന്ധി എന്ന ആണ്ടാൾ. എല്ലാവരും ഇപ്പോൾ ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉത്തരം ഇതാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവല് ഒട്ടുമിക്ക പേര് ഇവിടെ വായിച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് വന്ന് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് വന്നതാണ്. പക്ഷെ അറിയാലോ, ശ്രീലങ്കൻ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം കൂടി ചേർത്ത് അതിന്റെ ഭാവന മിക്സ് ആക്കി അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ വൈദഗ്ധ്യമൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു വിപ്ലവതാക്കി ഉണ്ടായിട്ടുള്ള നോവലായിരുന്നല്ലോ ഫ്രാൻസിസ് ഇട്ടിക്കോര. അതും അതുപോലെ തന്നെ വളരെ മികച്ച നോവലുകൾ ആണ് അദ്ദേഹത്തിന്റെ ഈ രണ്ട് നോവലുകളും, സുഗന്ധി ആണ്ടാൾ ദേവനായകി ആൻഡ്
കോള് വരുന്നതിനിടയ്ക്കൂടെ. അപ്പോൾ ഫ്രാൻസിസ് ചെട്ടിക്കോരയൊക്കെ നല്ല നോവലുകളാണ്, എല്ലാവരും വായിച്ചിരിക്കണം. ഓക്കെ, ഇഷ്ടപ്പെടുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ്, വായിക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എനിക്കൊന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കണം. മലയാളത്തിലെ ഏത് പ്രശസ്തമായ നോവലിലെ നായക കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി? ഞാൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചല്ലോ, ആരുടെ എന്നല്ല ഞാൻ ചോദിച്ചത്, ഏത് പ്രശസ്തമായ നോവലിലെ എന്നാണ്. മൊത്തം വയലൻസ്. അപ്പോൾ ഏത് പ്രശസ്തമായ നോവലിലെ നായക കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി? ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എല്ലാവരും പണ്ടേ വായിച്ചിട്ടുള്ളതായിരിക്കണം, ചെറുപ്പത്തിലേ വായിച്ചിട്ടുള്ളതായിരിക്കണം. ഒന്ന് നോക്കൂ, മലയാളത്തിലെ ഏത് പ്രശസ്തമായ നോവലിലെ നായക കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി? കാലം ഉത്തരം വന്നു, യെസ്. അതല്ലേ, രാഷ്ട്രീയം ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഇതൊക്കെ വരില്ല. അത് ശ്രീലങ്കൻ രാഷ്ട്രീയം, തമിഴ് വിമോചനമൊക്കെ അല്ലേ, അപ്പൊ പിന്നെ കുറച്ചൊക്കെ ഇതൊക്കെ കാണും, ഇല്ലാണ്ടിരിക്കില്ല. ഇതൊക്കെ നമ്മള് ഇനി ഹരിഹർ ഇരുട്ടിന്റെ ആത്മാവ്, ദിവ്യ ശ്രീകുമാർ, കാലം, സഹലായാസർ, അമ്മു, സല്ലാമായ മുതുമ, അസുരവിത്ത്, ശ്രുതി ശ്രീധർ അസുരവിത്ത്, ജയശ്രീ ജോൺ അസുരവിത്ത്. ഇവരാരും അസുരവിത്ത് എന്നല്ല കേട്ടോ, ഇവരാരും അസുരവിത്തുക്കളല്ല, നോവലിന്റെ പേരാണ്. ഓക്കെ, സല്ലാമ അത് കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്, അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, നമുക്കറിയാം. ടൈപ്പിംഗ് എറർ വരും ചിലപ്പോൾ, അത് കൂട്ടക്ഷരങ്ങളൊന്നും കിട്ടില്ല. ഇതെന്താ അസുരവിക്കോ? സിൽവിക്ക് എന്നാ പറ്റിയേ ഇന്ന്? അക്ഷരപശാശൊക്കെ വന്ന് കയറുന്നു കേട്ടോ. ഞാൻ സമാധാനപ്രിയ, അതെ സമാധാനപ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും, അതെ കറക്റ്റ്. ആർക്ക് വിക്ക്? അത് എനിക്കും തോന്നി, ഞാൻ വായിച്ചത് അസുര വിക്ക്, എന്ത് പറ്റി എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഉത്തരം പറയാം. ഇപ്പൊ ഇത്രയും പേരൊക്കെ ഉത്തരം പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഉത്തരം പറയാം. ആരാണ് ആദ്യം പറഞ്ഞതെന്ന് നോക്കട്ടെ. അസുരവിത്ത് സല്ലാമ എം ഉദ്മ ആണ് ഉത്തരം പറഞ്ഞ. അസുരവിത്ത്, MTയുടെ അസുരവിത്ത് എന്ന നോവലിലാണ് എന്താണ് ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഉള്ളത്. അപ്പോൾ സല്ലാമയ്ക്കാണ് ഒരു പോയിന്റ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എങ്കിലും ആദ്യം പറഞ്ഞത് എനിക്കിവിടെ കാണിക്കുന്നത് സല്ലാമയാണ് കേട്ടോ. ശ്രുതി ശ്രീധറും എനിക്കൊന്ന് ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ആദ്യം വന്നിരിക്കുന്ന ഇതാണ്. സെക്കൻഡ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഉത്തരങ്ങൾ കാണുന്നില്ല എന്ന് തോന്നുന്നു. ആണോ? എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ശ്രീജാജിത്ത്, ഞാൻ ഇപ്പോഴാണ് ഈ ഒരു കമന്റാണ് കണ്ടത്. എനിക്ക് കാണുന്നതേ ഇല്ല, വന്നതേ ഇല്ല കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഉത്തരം പറയുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. എൻ്റെ പേര് പറയാതിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കാണുന്നില്ല എന്നുള്ളത്. അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമയം കഴിഞ്ഞു പോകുന്നു. മലയാളത്തിലെ ഏത്, അത് പറഞ്ഞല്ലോ. ലോകത്തെ അറിഞ്ഞുകൊണ്ട്, ഇത് അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം പറയണം. അല്ല, ഒരു ചോദ്യം കൂടിയുണ്ട്. ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകം എന്ന കുറിപ്പോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ഏത്, ആരുടെ? കേട്ടോ, എനിക്ക് കോള് വരുന്നുണ്ട്. ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകം എന്ന കുറിപ്പോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ഏത്, ആരുടെ? പറയാമോ ഉത്തരം? ആരാ? അത് മാധവൻ, ഇന്ദുലേഖ. ഓക്കെ ഓക്കെ ക്ലൂ. ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകം എന്ന കുറിപ്പോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ആരുടെ? ക്ലൂ ഇപ്പോഴേ വേണോ? അയ്യോ, ഫോണിപ്പം മറിഞ്ഞു പോയനെ. അയ്യോ, എൻ്റെ ഉത്തരങ്ങളെല്ലാം പോയല്ലോ ദൈവമേ. ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ലൂ ചോദിച്ചു. ഉത്തരങ്ങൾ ആരാ ആദ്യം പറഞ്ഞേ? ജയശ്രീ പറഞ്ഞു മനുഷ്യരെ അറിയാൻ മൈത്രേയൻ. അത് 2 ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്, ആരുടെ? ഓക്കെ, പുസ്തകം ഏതാണെന്നും പറയണം, ആരുടെ ആണെന്നും പറയണം. ശരിയാണ്. അപ്പോൾ പറയൂ. ക്ലൂ എഴുതിയ ആള് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞോളൂ. ആടുജീവിതം, ബെന്യാമിൻ. ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകമാണോ?
ആടുജീവിതം? അതിനങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുമോ? ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള എന്താണ് അതിലുള്ളത്? അതൊരാളുടെ ജീവിതം പറയുന്നതാണ്. അത് അത്രയും ഭയങ്കര ഇതിൽ കൂടെ കഠിനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ഒരാളുടെ ജീവിതം. അപ്പോൾ നമുക്ക് ആടുജീവിതത്തെ അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറയൂ, ലോകത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം സുഗമമാക്കാനുള്ള പുസ്തകം എന്ന കുറിപ്പോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ഏത്, ആരുടെ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പുസ്തകങ്ങളാണ്. അധികം വായിക്കപ്പെട്ടിട്ടില്ല. അതിന് അങ്ങനെയുള്ള ഒരു താല്പര്യമുള്ളവർ എടുത്ത് വായിക്കുന്ന പുസ്തകമാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എപ്പോഴെങ്കിലും നമുക്ക് വായിക്കണമെന്ന് തോന്നുമ്പോൾ അത് സെലക്ട് ചെയ്ത് വായിക്കുക തന്നെ വേണം. പുരോഗമന ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പുസ്തകമാണ്. ഞാൻ കൂർക്കയ്ക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതുകൊണ്ട് ഉത്തരം പറയാൻ നല്ല ടപ്പ എന്ന് പറഞ്ഞു. ആ കൂർക്ക ഒരു കോംപ്ലിക്കേറ്റഡ് ഐറ്റം ആണ് കേട്ടോ. മീശയുള്ള ആളല്ലേ, അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഇതാക്കരുത്. അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പറയാൻ പാടില്ല കേട്ടോ. ക്ലൂ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു. ഇന്നത്തെ വേട്ടമൃഗം കൂർക്കാണ് സത്യം. അപ്പോൾ ആരും ഉത്തരം പറയുന്നില്ല. അപ്പോൾ അതിന്റെ എനിക്ക് തോന്നുന്നു അതാണ് ആ പുസ്തകം അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞല്ലോ എന്തായാലും അല്ലേ, അറിയാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരാള്, ജയശ്രീ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരറിയാൻ മൈത്രേയൻ. യെസ്, ഞാൻ ചോദ്യം ചോദിക്കാൻ വരും മൈത്രേയൻ ഇല്ലെങ്കിൽ അതൊരു വലിയ സങ്കടമാവില്ലേ? അപ്പൊ ജയശ്രീക്ക് ഒരു പോയിന്റ്. ജയശ്രീ ഒരു പോയിന്റ്. മനുഷ്യരറിയാൻ മൈത്രേയന്റെ പുസ്തകമാണ്. അത് നമുക്ക് എങ്ങൊന്നും കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും ഇതിൽ തന്നെ ഉണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനെ ഇതെടുക്കാൻ പറ്റും. പിന്നെ PDF ഒക്കെ കിട്ടുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആരും അങ്ങനെ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട, എല്ലാവരും വായിക്കുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് DC ആണെന്ന് തോന്നുന്നു അത് ആദ്യം പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ അത് എല്ലാവർക്കും കിട്ടും, അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെ, മൈത്രേനെ എന്തെങ്കിലും പറഞ്ഞാലേ പോയിന്റ് എടുത്ത് കളയും. അതെ, വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാം, കുറച്ചുകൂടെ വൈഡായിട്ട് കാര്യങ്ങളെ കാണാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാൻ പെട്ടെന്ന് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥയാണ്? ഈഡിപ്പസിന്റെ അമ്മ എന്നത് ആരുടെ ചെറുകഥയാണ്? എന്തോ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു, എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കോള് വന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ ഇതൊന്ന് പറയൂ. കനിയുടെ പപ്പയാണ് ആദ്യം അറിയപ്പെട്ടത്, പിന്നീടാണ് കനിയൊക്കെ വന്നത്. അപ്പോൾ മൈത്രേയനാണ്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് സതീഷ് ചന്ദ്രൻ എന്നാണ്. സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയും. ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥ? ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥ? ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥ? ആരുടെ ചെറുകഥയാണ്? ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. പത്മനാഭൻ ഉത്തരങ്ങൾ വരട്ടെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയിന്റ്സ് ഒന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് 2 പോയിന്റ് കിട്ടിയ ആൾക്കാർ നിഷിബ, ബിനോ, ജീസ് കൈതാരം, സല്ലാമ M ഉദുമ, ഇത്രയും പേരാണ് 2 പോയിന്റിൽ ഇപ്പൊ മുൻപിൽ നിൽക്കുന്നത്. അടുത്തത് ഓരോ പോയിന്റ് വെച്ച് സിന്ധു ഭാരതി, പവിത്ര, ബ്രീസ, സജ്നത്ത് ഉണ്ട്, സജ്ന അബ്ദുള്ള, ബിനു, സഹല, ജിഷ, ജയശ്രീ, ഇത്രയും പേരാണ് ഒരു പോയിന്റുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥയാണ്? ആരുടെ ചെറുകഥയാണ്? ഉത്തരങ്ങൾ ഈ ചെറുകഥയൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ, ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ചെറുകഥയല്ലേ. എല്ലാവരും വിളിക്കുകയാണ്, എന്തോ സംഭവമുണ്ട്. നാട്ടിൽ നിന്ന് കോള് വരുന്നു, ഇവിടുന്ന് കോള് വരുന്നു. ഉണ്ടോ? ഒരിക്കലും കോള് വരാത്തതാണ്, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ആവട്ടെ. ഈഡിപ്പസിന്റെ അമ്മ ആരുടെ ചെറുകഥയാണെന്നുള്ളതിന് ഉത്തരം 1, 2. ഓക്കെ, ജയശ്രീ പറഞ്ഞു, ജീസ് കൈതാരം പറഞ്ഞു, നിഷി പറഞ്ഞു. ഓക്കെ, ഇത്രയും പേരൊക്കെയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എനിക്കാ ബിന്ദു പറഞ്ഞായിട്ട് എനിക്ക് ചിരി വരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ഓക്കെ വരട്ടെ, ഉത്തരങ്ങൾ വരട്ടെ. അപ്പോൾ ജയശ്രീയാണ് ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത്.
സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ജയശ്രീക്ക് 2 പോയിന്റ്. അപ്പോൾ ജയശ്രീ ഇന്ന് വിന്നർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ലൈവ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സ് എന്ന് പറയുന്നത് 2 പോയിന്റുമായിട്ട് മുൻപിൽ നിൽക്കുന്നത് നിഷിബ, ബിനോ, ജീസ് കൈതാരം, ജയശ്രീ, സലാമ. ഇത്രയും പേരാണ് 2 പോയിന്റുമായിട്ട് നിൽക്കുന്നത്. ബാക്കി ഞാൻ മുമ്പേ പേര് വായിച്ചു. സിന്ധു ഭാരതി, പവിത്ര, ബ്രീസ, സജനത്ത, ബിനു, സഹല, ജിഷ, ഇത്രയും പേരാണ് 1 പോയിന്റുമായിട്ട് നിൽക്കുന്നത്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവ് ചോദ്യങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തായാലും ഉത്തരങ്ങൾ ആര് പറഞ്ഞു എന്നുള്ളത് പെട്ടെന്ന് ഇത് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ ആരാദ്യം പറഞ്ഞു എന്നുള്ള ഒരു ഇതിൽ വരും. കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ വന്നിരുന്നു. പക്ഷേ എങ്കിലും നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഹായ് ജയൻ, ഹായ്. അപ്പോൾ നമുക്കിന്ന് ഇത് കഴിഞ്ഞു. വിന്നേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞല്ലോ അല്ലേ? നിഷിബ, ബിനോ, ജീസ്, ജയശ്രീ, സലാമ. ഇത്രയും പേരാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ലൈവുമായിട്ട് ഉടനെ തന്നെ വരാം എന്ന് വിചാരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്, എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, കഷ്ടമായിപ്പോയി ജയൻ. കുറെ കൂടെ നേരത്തെ വരാമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ. പങ്കെടുത്തവർക്കും ഉത്തരം പറഞ്ഞവർക്കും മോട്ടിവേറ്റ് ചെയ്തവർക്കും എല്ലാവരും ഇനി അടുത്ത ലൈവുകളിലും പങ്കെടുക്കുക. ഓക്കെ, സമ്മാനമൊക്കെ ഞാനൊക്കെ എത്ര ലൈവിൽ പങ്കെടുത്തിട്ടാണെന്നറിയാം ഒരു ദിവസമൊക്കെ വിന്നറായത്. ഒന്നുകിൽ ഉത്തരം ആരും കാണുകയില്ല, ഇല്ലെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. ബാക്കി വന്ന 1 പോയിന്റ് വേണേലും ഇങ്ങോട്ട് വന്നേക്കാം. ബിന്ദുവിനുണ്ട്, ബിന്ദുവിന് കൂർക്ക് വൃത്തിയാക്കുമല്ലായിരുന്നു. അപ്പോൾ ബിന്ദുവിന് ഇന്ന് പോയിന്റ് ഉണ്ട്. ഓക്കെ. വൈശാഖ് ഇന്ന് കഷ്ടമായി പോയിട്ടെ ഇന്ന് വരാഞ്ഞത്. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ഉത്തരങ്ങളും വൈശാഖിന് പറയാൻ പറ്റുന്നത് തന്നെയായിരുന്നു, അറിയോ? പിന്നല്ല, ഇന്ന് പാർട്ടി കൊടുക്കണം. ഇന്ന് വിജയിച്ച ദിവസമാണ് ബിനോ കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. എനിക്കിന്ന് പറഞ്ഞില്ലേ ഒരിക്കലും കോളുകൾ വരാത്ത, ഇന്ന് എല്ലായിടത്തുനിന്നും കോള് വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും എല്ലാം വീട്ടുകാരുടെ തന്നെയാണ്, ഫ്രണ്ട്സ് ഒന്നും അല്ല. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ച് എന്താ സംഭവം എന്ന് ചോദിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഞാൻ പോട്ടെ. ബൈ.